ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഈ പറയാൻ പോണ ഭാഗം ഇതിന്റെ തമിഴ് പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗമാണ്. അപ്പൊ നമ്മുടെ തമിഴിലെ പോലെ തന്നെയാണ് മലയാളത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തമിഴിലെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ആനന്ദ് ആണെങ്കിൽ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതായത് ഉദയഭാനു ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോയി വരാറുണ്ടെന്ന് ചെറിയൊരു വാക്ക് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ആനന്ദിന് മനസ്സിലാവുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഉദയഭാനു തന്നെ എന്ന് മനസ്സിലാക്കുന്ന ആനന്ദ് നേരെ പോണത് ശ്രീകലയുടെ അടുത്തേക്കാണ്. കാരണം ആദ്യം അവളുടെ അമ്മേനെ ഒന്ന് കൊടയണം. അവളുടെ അമ്മയുടെ വായിന്ന് സത്യങ്ങൾ അറിയാം, അത്ര വലിയ താമസമൊന്നും വേണ്ടല്ലോ. അങ്ങനെ ശ്രീകലയുടെ അടുത്തേക്ക് പോവാണ് നമ്മുടെ ആനന്ദ്. നോക്കുമ്പോ ഞെട്ടിപ്പോവാണ്. ശ്രീകല 2-3 ജോഡി സാരികളും ചുരിദാറുകളും ഒക്കെ വാങ്ങിച്ച് കൈ നിറയെ കവറുകളായിട്ട് AC കാറിലാണ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ. അപ്പൊ ആനന്ദ് ചോദിക്കണ്ടേ, എല്ലാ ആന്റി ഇത് ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ആന്റി, ഇതിന് മാത്രമൊക്കെ വിടുന്ന ആന്റി പൈസ എന്ന് ചോദിക്കുമ്പോ ശ്രീകല പറയണ്ടോ, ഓ അതൊന്നും പറയണ്ട മോനെ, ഉദയഭാനുവേട്ടനെ കുറെ ആൾക്കാർ പൈസ കൊടുക്കാണ്ടല്ലോ, അതിലൊരാൾ ഇടക്കിടക്കായിട്ട് ഇപ്പൊ പൈസ കൊടുക്കുന്നുണ്ട്. ദേ കിട്ടുന്ന പൈസക്ക് എന്റെ കയ്യിൽ ഉദയഭാനുവേട്ടൻ അങ്ങനെ തന്നെ കൊണ്ടു തരൂ, കഴിഞ്ഞ ദിവസം 2000 രൂപ കൊണ്ടും തന്നു എന്ന് പറയണ. ഇത് കേൾക്കുന്ന ആനന്ദ് മനസ്സിൽ വിചാരിക്കണ്ട, ഓഹോ അപ്പൊ കഴിഞ്ഞ ദിവസത്തെ 2000 രൂപ പോയതും ഇവിടെ നിന്നാണ് എന്ന് മനസ്സിലാക്കാണ്. എന്നിട്ട് പിന്നെ എന്ന് ആനന്ദ് ചോദിക്കുമ്പോ ശ്രീകല പറയണ്ടേ, എന്നിട്ട് ഇന്നലെ 20000 രൂപയുടെ ഒരു കെട്ട് നോട്ട് കൊണ്ടും തന്നു. ദേ അതിനാ ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തു, പിന്നെ ഭയങ്കര വെയിലല്ലേ അതുകൊണ്ട് AC കാർ പിടിച്ചോണ്ട് വന്നു. അത് നല്ലതാണ്, ഈ തണുപ്പത്ത് വെയിലത്തൊക്കെ ഒരുപോലെ പോകാൻ പറ്റുന്നതാണ് AC കാർ, അത് നന്നായി. അല്ല മോനെ, വേറൊരു കാര്യം പറയാണ്ട്, ദേവിമോൾ ഇപ്പൊ വീട്ടിലൊന്നും കൊണ്ട് നടക്കല്ലേ മോനെ, വിദ്യക്ക് നല്ല നല്ല ആലോചനകൾ വരുവാണ്. വിദ്യ പഠിച്ചുകൊണ്ടിരിക്കല്ലേ ഡിഗ്രിക്ക്? അതെ, പക്ഷെ അവളെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ ബ്രോക്കറോട് കാര്യം വന്ന് പറഞ്ഞിരുന്നേ, അപ്പൊ അത് നടത്തിയാലോ എന്നൊരു ആലോചന ഉണ്ട്. അപ്പൊ അവര് അന്വേഷിക്കുമ്പോഴേക്കും മൂത്ത ചേച്ചി വീട്ടിൽ വന്നിരിക്കാന്ന് കേൾക്കുമ്പോ അവളുടെ ജീവിതത്തെ ബാധിക്കില്ലേ? അതൊക്കെ ഞാൻ എന്താ ചെയ്തോളാം ആന്റി. ശരി എന്നാ ആന്റി പോയിക്കോ, പർച്ചേസ് നടക്കട്ടെ എന്നൊക്കെ പറയാണ്. അപ്പൊ ശ്രീകല പണ്ട് ഇനിയും കുറെ പൈസ വരാനുണ്ടെന്നാ ഉദയഭാനുവേട്ടൻ പറഞ്ഞത്. ഓ അതെയോ, ശരി ശരി എന്ന് ആനന്ദ് പറയാണ്. ശ്രീകല പോകുന്നുണ്ട്. ആനന്ദ് മനസ്സിൽ വിചാരിക്കണം, അപ്പൊ 2000 രൂപ കഴിഞ്ഞ പ്രാവശ്യം മോഷ്ടിച്ചതും ഈ 20000 രൂപ മോഷ്ടിച്ചതും അത് ഇനി മോഷ്ടിക്കാൻ പോണതും എല്ലാം ഉദയഭാനു തന്നെ. തന്റെ പാവം പിടിച്ച മാമനെ എന്നിട്ട് എല്ലാരും കൂടി കള്ളനാക്കി പടിക്ക് പുറത്താക്കി. അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. ഇതിന് കണക്ക് ചോദിക്കുന്നത് അവളുടെ അടുത്ത, ദേവിയുടെ അടുത്ത്. അവളാണല്ലോ അവളുടെ അച്ഛനെ സ്വാതന്ത്ര്യം കൊടുത്തത്. ഇനി അവളും കൂടി അറിഞ്ഞിട്ടായിരിക്കോ ഇത് എന്ന് ആനന്ദ് ഇങ്ങനെ വിചാരിക്കാണ്. ശേഷം ആനന്ദ് നേരെ പോയത് ഗോമതി സ്റ്റോഴ്സിലേക്കാട്ടോ. അവിടെ നമ്മുടെ രാമേട്ടനുണ്ട്. രാമേട്ടനും ദേവി മാത്രമേ ഉള്ളൂ. രാമേട്ടനോട് ചോദിക്കണ്ട, അച്ഛൻ എവിടെ രാമേട്ട? അച്ഛൻ എന്തോ ഒരു പലചരക്ക് സ്ഥലം കൊടുക്കാൻ വേണ്ടി പുറത്തു പോയതാ മോനെ എന്ന് പറയാണ്. മോനെ ചായ എന്തെങ്കിലും വേണോ? രാമേട്ടൻ എന്നാ ചായ മേടിച്ചിട്ട് വരാമോ? മേടിച്ചിട്ട് വരാം. നമ്മുടെ ആനന്ദ് രാമേട്ടനെ നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കാട്ടോ. എന്നിട്ട് ദേവിയുടെ പറഞ്ഞെടി, കള്ളി, പെരും കള്ളി, നിന്റെ അച്ഛൻ കള്ളനെ വിളിച്ചോണ്ട് വന്നിട്ട് നീ ഇവിടുത്തെ പണം മോഷ്ടിച്ചു അല്ലേ? ആനന്ദേട്ട എന്തൊക്കെയാ പറഞ്ഞത്? എന്റെ അച്ഛൻ പണം മോഷ്ടിച്ചെന്നോ? പിന്നെ ആരടി പണം മോഷ്ടിച്ചത്? ഞാൻ കണ്ടടി, ഇന്ന് ഞാൻ കയ്യോടെ പിടിച്ച് കള്ളനാ. ആനന്ദേട്ട അത് വെറുതെ അനാവശ്യം പറയല്ലേ. അച്ഛൻ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ മോഷ്ടിക്കണമെന്നൊന്നും കണ്ടില്ല. നിങ്ങൾ കാണില്ല, നിങ്ങൾ കാണാതെയാണ് അയാള് മോഷ്ടിച്ചത്. ആദ്യം 2000 രൂപ, പിന്നെ 20000 രൂപ എന്ന് പറയാണ്. നിനക്കറിയാവോ, നിന്റെ അച്ഛൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. അച്ഛൻ ഇന്നലെ വന്നിട്ടില്ല. എന്നാലേ നീ അറിഞ്ഞിട്ടില്ല. നീ ഇവിടുന്ന് പുറത്തു പോയ സമയത്ത് നിന്റെ അച്ഛൻ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് 20000 രൂപ മോഷ്ടിച്ചിട്ടാ പോയേക്കുന്നത്. ഞാൻ നിന്റെ അമ്മേനെ കണ്ടു, ബിസിനസ് മാഗ്നറ്റിന്റെ ഭാര്യ ശ്രീകലയെ. അവര് കുറെ പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് അടിച്ചു പൊളിച്ച് AC കാറിലാണ് ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, ഇതിന് മാത്രം എവിടെന്നാ പൈസ എന്ന്. അപ്പൊ എന്താ പറഞ്ഞെന്നറിയാവോ, ഉദയേട്ടനെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ പൈസ കൊടുക്കുന്നുണ്ടെന്ന്. മുമ്പെന്തോ കടം മേടിച്ച ആളാണെന്നാ പറഞ്ഞത്. അത് ശരിയായിരിക്കും ചിലപ്പോ. അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് പണം മേടിച്ചിട്ടുണ്ട്. അവരെല്ലാരും കൂടി അച്ഛനെ മുടിപ്പിച്ചത്. നിർത്തി, നാണമില്ല നിനക്ക് ഇങ്ങനെ പറയാനായിട്ട്? നിന്റെ അച്ഛൻ തന്നെയാ പണം മോഷ്ടിച്ചത്. ദേ നോക്ക്, ഇവിടെ ക്യാമറ ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാലേ സത്യം തെളിയൂ. പക്ഷെ ഞാനത് നോക്കാത്തതിനെ കാരണം എന്താണെന്നറിയാവോ? അത് പിന്നെ എന്റെ അച്ഛനും അമ്മയൊക്കെ അറിയും, അവർക്ക് വിഷമമാകും. സത്യം പറഞ്ഞാൽ നിന്റെ അച്ഛനെ പണം മോഷ്ടിച്ചത്. മര്യാദയ്ക്ക് നീ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോണം, നിന്റെ വീട്ടിലേക്ക്. അയ്യോ ആനന്ദേട്ടാ, ഇടി പറയണ നീ ഫുള്ളും കേക്ക്. വീട്ടിലേക്ക് പോയിട്ട് 20000 രൂപയും അതിന് മുമ്പ് മോഷ്ടിച്ച് 2000 രൂപയും നീ മേടിച്ചോണ്ട് വരണം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. ധർമ്മമാമനല്ല, നിന്റെ അച്ഛനാണ് കള്ളനെന്ന് നീയായിട്ട് പറയണം. അല്ലെങ്കിൽ ഞാനായിട്ട് തെളിവുകളടക്കം പറയും. എന്താ അത് വേണോ? ആനന്ദേട്ട എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. അച്ഛനാണ് പണം മോഷ്ടിച്ചെങ്കിൽ ആ പണം ഞാൻ കൊണ്ടുതരാം. എപ്പ കൊണ്ടും തരുമെന്ന്? ഇപ്പൊ ഈ നിമിഷം ആ പണം നീ ഇവിടെ കൊണ്ടുവന്നെത്തിക്കണം. ഞാനൊന്ന് അച്ഛനെ വിളിച്ചു നോക്കട്ടെ.
എടി നിന്റെ അച്ഛൻ ഫോൺ എടുക്കില്ല ഇനി, അയാൾക്ക് കാര്യം മനസ്സിലായി കാണുമായിരിക്കും. ഞാൻ നിന്റെ അമ്മേനെ കണ്ടല്ലോ, അമ്മ അത് അച്ഛനോട് പറഞ്ഞു കാണും, അയാൾ കാര്യം മനസ്സിലാക്കണ്ട, അയാൾ ഫോൺ എടുക്കില്ല. എന്തായാലും വേണ്ടില്ല, ദേവി ഇന്ന് രാത്രിക്കുള്ളിൽ പണം വേണം എന്നിങ്ങനെ പറയാണ്. ദേവി ശരി എന്നൊക്കെ പറയണ്ട, പക്ഷെ ദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈശ്വരൻ ഞാൻ എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ പണം ഉണ്ടാക്കുക എന്നൊക്കെ ആലോചിക്കുകയാണ് ദേവി. പിറ്റേ ദിവസവും ഒരു ഉളുപ്പില്ലാതെ ഉദയഭാനു വീണ്ടും പണം മോഷ്ടിക്കാൻ വേണ്ടി വരുവാട്ടോ. മോളെ, മക്കളെ, സുഖമല്ലടി മോളെ നിനക്ക് എന്ന് പറയുമ്പോ അങ്ങനെ ദേവി ഇങ്ങനെ, അച്ഛൻ വന്നോ, അച്ഛന് ഇന്ന് വേണ്ടേ ബൂസ്റ്റിന്റെ പാക്കറ്റ്? വേണം എടുക്കെടുക്കെന്ന് പറയാണ്. ദേവി പതുക്കെ ബൂസ്റ്റിന്റെ പാക്കറ്റ് എടുക്കാൻ പോലെ അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കോ നമ്മുടെ ഉദയഭാനു മേശ തുറന്ന് പണം എടുക്കണ ദേവി കൈയോടെ കണ്ടു കേട്ടോ. തന്റെ കണ്ണുകൊണ്ട് വിശ്വസിച്ചു ദേവി ആ കാര്യം കണ്ടു. അങ്ങനെ ദേവി മനസ്സിലാക്കി, സത്യങ്ങളൊക്കെ ദേവി മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയ ദേവി ഉദയഭാനുവിനെ ചവിട്ടി പുറത്താക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴിൽ ഇങ്ങനെ ആനന്ദ് തന്നെയാണ് സത്യങ്ങൾ മനസ്സിലാക്കണതും പിന്നെ ഉദയഭാനെ തള്ളി പുറത്താക്കണതും എല്ലാം തമിഴിലെ പോലെ തന്നെ. പക്ഷെ മലയാളത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ ആനന്ദ് ഏറെക്കുറെ സത്യങ്ങളൊക്കെ ബാലനോട് പറയുന്നുണ്ട്. അതായത് ഉദയഭാനു ആണ് എടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ബാലൻ പറയണത് ഉദയഭാനു സാറിന് ചിലപ്പോ എന്തെങ്കിലും ആവശ്യം വന്നപ്പോ അയാളുടെ കയ്യിൽ ഇപ്പോ പൈസ കയ്യിൽ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളല്ലല്ലോ, ATM കാർഡൊക്കെ ആയിട്ടല്ലേ കയ്യില്, അത്യാവശ്യം ഇപ്പൊ എടുത്തതായിരിക്കും. നമ്മുടെ കട അയാളുടെ കട അത് രണ്ടായിട്ട് കാണണ്ട. ഉദയഭാനുക്ക് നമ്മുടെ കടയിൽ നിന്ന് പൈസ എടുക്കുന്ന ഒരു കുഴപ്പമില്ല. 10 ലക്ഷം രൂപ എന്റെ കയ്യിൽ തന്ന ആളാണ് ഈ ഉദയഭാനു സാറ്. അപ്പൊ ആ ആളൊരു 80,000 രൂപ എടുത്തത് അത് കള്ളത്തരമൊന്നും അല്ല, ആൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നപ്പോ എടുത്തതായിരിക്കും എന്നേ ബാലൻ പറയുള്ളൂ. എന്തായാലും ഉദയഭാനു എന്ന് പറഞ്ഞ കള്ളനെ കയ്യോടെ പിടിച്ചു നമ്മുടെ ആനന്ദ്. ഇനിയിപ്പൊ ആനന്ദ് തന്നെ അയാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച്, അയാളുടെ ഭാര്യയായിട്ടുള്ള സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നമ്മുടെ ആനന്ദ് തന്നെയായിരിക്കും ആ ഒരു ധർമ്മം തെറ്റുകാരനല്ലെന്ന് തെളിയിക്കുന്നത് ആനന്ദ് തന്നെയാണ്. അതേസമയം നമ്മുടെ അനു ആണെന്നുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ ഇനിയിപ്പോ തന്റെ അച്ഛനോട് പറയുന്ന നിമിഷമായിട്ട് വരാൻ പോണ. തമിഴിൽ അങ്ങനെയാണ്. ഇനിയിപ്പോ അധികം താമസമൊന്നുമില്ല. അനു സത്യങ്ങളൊക്കെ ബാലനോട് തുറന്നു പറയാൻ വേണ്ടി പോവാണ്. തന്റെയും അലോകിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നും അന്ന് അലോക് തട്ടിക്കൊണ്ടുപോയത് വിവാഹം മുടക്കുക എന്നൊരു ഉദ്ദേശത്തോട് മാത്രമാണ്. പക്ഷേ വിവാഹം മുടങ്ങിയ ഒരു പെണ്ണിനെ നാട്ടുകാർ എന്തൊക്കെയാ പറയാ? ഒരു ദിവസം ഫുള്ള് അലോകിന്റെ കൂടെയായിരുന്നു. നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും? അതുകൊണ്ട് അലോക് തന്നെ ചതിച്ചിട്ട് വേറൊരു അമേരിക്കക്കാരന്റെ പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ സുഖത്തോടെ ജീവിക്കേണ്ട വെച്ചിട്ടാണ് താൻ ആ താലി എടുത്ത് താനെ കഴുത്തിൽ ഇട്ടതാണെന്നും എല്ലാം തന്നെ നമ്മുടെ ബാലനോട് പറയാൻ പോണ നിമിഷം അതായിരിക്കും നമ്മുടെ മിക്കവാറും ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കാൻ പോണത്. പക്ഷേ നമ്മുടെ ഉദയഭാനു കാരണം ധർമ്മൻ പിണങ്ങിപ്പോയല്ലോ. ആ ധർമ്മൻ ഇനി അടുത്തൊന്നും നമ്മുടെ ദേവമംഗലത്തേക്ക് വരില്ല കേട്ടോ. ഇനി കുറച്ച് സമയം പിടിക്കും. ധർമ്മനെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവണല്ലോ സുകന്യ ഒരു കള്ളിയാണെന്ന്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ധർമ്മൻ ഇനി തിരിച്ചു വരുന്നത്. കാരണം സുകന്യയുടെ ഓൾറെഡി ഒരു വിവാഹം കഴിഞ്ഞതാണെന്നും ഭർത്താവ് സുകന്യനെ അന്വേഷിച്ച് തേരാപാര നടക്കുന്നത്. കാരണം ആ ഭർത്താവ് എന്ന് പറഞ്ഞ ആള് കുറച്ച് പണമുള്ള ഒരാളായിരുന്നു. അയാളുടെ പണം എല്ലാം മുടിപ്പിച്ചു കഴിഞ്ഞ് അയാൾക്ക് ഒരു 10 പൈസ കൊള്ളില്ലാത്ത ഒരാളാക്കി മാറ്റി അയാളെ ഒരു ഇഞ്ച പരുവത്തിലാക്കി ചണ്ടി പരുവത്തിലാക്കിയിട്ടാണ് ഉപേക്ഷിച്ച് സുകന്യ വന്നേന്നുള്ള സത്യങ്ങളൊക്കെ നമ്മുടെ ധർമ്മം മനസ്സിലാക്കാൻ പോകുന്ന നിമിഷങ്ങൾ. അതെ, ഇനി സത്യങ്ങളൊക്കെ തെളിയാൻ പോകുന്ന ഭാഗമാണ് നമ്മൾക്ക് ഈ സീരിയലിൽ ഇനി കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എല്ലാവരും സത്യങ്ങൾ ഓരോന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മിത്രയാണെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് പോവാതിരിക്കാൻ വേണ്ടി അച്യുതനും അലോകും കൂടി എന്തൊക്കെയോ പ്ലാനും ഒരുക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഭാഗങ്ങളാണ് ഇപ്പൊ ഈ വീക്കെൻഡ് ഈ വീക്ക് ഫുള്ള് നമ്മൾ കാണാൻ വേണ്ടി പോണത്. ഓരോരോ ദിവസവും ഓരോരോ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി തന്നെ ആയിക്കോട്ടെ, അതിലൊരു സംശയമില്ല. തമിഴിൽ അങ്ങനെയാണ്, ഓരോരോ ദിവസവും നമുക്ക് ഓരോരോ സ്റ്റോറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ തന്നെയായിരിക്കും മലയാളത്തിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.